ഇപ്പൊ ആദ്യത്തെ 2 സിനിമകൾ ഫെസ്റ്റിവൽ റണ്ണിലേക്ക് മാത്രം പോയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഡയറക്ടറിനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. ഇത്തിരി നേരത്തില് വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. വളരെ സിമ്പിളായിട്ടൊരു സാധനം ഇത്തിരി നേരം കിട്ടിയപ്പോൾ അത് എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു റിസർച്ച് നടത്തുന്ന 4 ആൾക്കാർ. സാറിനെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള കുറച്ചുകൂടി സ്ട്രോങ് ഇമോഷണലി കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഇത് റോളിലാണ്. അപ്പോൾ എനിക്കും വേറെ ഒക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് കയറിയത്. ഇത് പലരുടെയും ജീവിതത്തിൽ പറ്റിയിട്ടുള്ള സംഭവം എന്നാണ് എനിക്ക് വിശ്വാസമുള്ളത്. കാര്യം എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലത്തെ ഒരു സംഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചത്താപ്പച്ചിൽ മമ്മൂക്കയുടെ ക്യാമിയോ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. ഞങ്ങൾ വിചാരിച്ച പോലൊന്നും ആയിരുന്നില്ല നന്ദു ചേട്ടൻ. ഞാൻ ഇതിനു മുമ്പ് നന്ദു ചേട്ടനോട് വേറൊരു പടവും ചെയ്തിട്ടുണ്ട്, ധൂമം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ നന്ദു ചേട്ടനും ആയിരുന്നില്ല ഈ സെറ്റിൽ വന്ന നന്ദു ചേട്ടൻ. എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല. വിളിച്ചു വന്നു അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. ആട്ടത്തിന്റെ ഒരു ഇൻഡസ്ട്രി സ്ക്രീനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടറാണ് കണ്ടിട്ട് അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തത്. സെൻസർ ബോർഡ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. എനിക്കറിയില്ല അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാത്തങ്ങനെ ഉണ്ട് പരിപാടി. അങ്ങനെ പബ്ലിസിറ്റി കിട്ടുമല്ലോ. ഇത്തിരി നേരം നിങ്ങൾ നമ്മുടെ അപേക്ഷ അതാണ്. ഒരു ഇത്തിരി നേരം അതിനുവേണ്ടി മാറ്റി വയ്ക്കൂ എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പം നല്ലൊരു എൻ്റർടൈനർ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്തിരി നേരം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ സിനിമയിലെ കഥാപാത്രങ്ങളായ നന്ദു ചേട്ടൻ, സരൺ ശിവ, റോഷൻ മാത്യു എന്നിവരാണ് ഇന്ന് റിപ്പോർട്ടർ TV ക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. ആദ്യം തന്നെ നന്ദു ചേട്ടനോട് ചോദിക്കാം, ഇത്തിരി നേരം എന്ന സിനിമയിൽ ചേട്ടൻ എന്ത് ഒരു ക്യാരക്ടറാണ്, ഒരു ഡ്രൈവറായിട്ടൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇത് ഒരു രാത്രി സംഭവിക്കുന്നൊരു കഥയാണത്. ഇപ്പോൾ ചേട്ടൻ ഒരു ക്യാരക്ടർ ഒരു പകല് മുതൽ അടുത്ത ദിവസം രാവിലെ വരെ ചേട്ടൻ മുതൽ വേണമെങ്കിൽ പറയാം. ചേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഡ്രൈവർ. അതിനകത്ത് കാര്യം അതിനകത്ത് ഈ ഒരു സാധാരണ ഒരു 4 പേരുടെ ഒരു ജീവിതം ഒരു അസാധാരണമായ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതാണ് അതിന് സംഭവം. അപ്പം നമുക്ക് കൂടുതലൊന്നും അതിനകത്ത് പറയാൻ പറ്റില്ല. അതാണ്. അപ്പം നമ്മൾ അത് വളരെ സിമ്പിളായിട്ടൊരു സാധനം ഇത്തിരി നേരം കിട്ടിയപ്പോൾ അത് എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു റിസർച്ച് നടത്തുന്ന 4 ആൾക്കാർ. അത്ര പടത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ ഇത്തിരി നേരം നിങ്ങൾ നമ്മുടെ അപേക്ഷ അതാണ്. ഒരു ഇത്തിരി നേരം അതിനുവേണ്ടി മാറ്റി വയ്ക്കൂ എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പോൾ നല്ലൊരു എൻ്റർടൈനർ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് സംഭവം ഇതാണ്. ബേസിക്കലി ഒരു 4 പേരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചേരൽ, അത്രയേ ഉള്ളൂ. ഈ റോഷനാണ് സിനിമയിൽ ലീഡ് റോൾ ചെയ്യുന്നത്. റോഷനിലേക്ക് വരുമ്പോൾ ഈ ഫസ്റ്റ് ലവ് ഗെറ്റ്സ് എ സെക്കൻഡ് ചാൻസ് പടത്തിന് ഒരു ടാഗ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ലവ് ഒരു സെക്കൻഡ് ചാൻസ് അതുകൊണ്ട് വേറൊരു സംഭവം പടത്തിൻ്റെ. അതെ, ഇതിനകത്ത് ഒരു ബേസിക് ഐഡിയ അതായത് ഒരു പഴയ പ്രണയം പെട്ടെന്ന് ഇയാളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇതിന്റെ കഥയിലേക്ക് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ലീഡ് റോൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അനീഷ് എന്ന് പറയുന്ന ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവ് ആണ് ഫോളോ ചെയ്യുന്നത്. അനീഷിനെ ഫോളോ ചെയ്തിട്ടാണ് ഈ കഥ നമ്മൾ മനസ്സിലാക്കുന്നത്. ആക്ച്വലി ഈ 4 ക്യാരക്ടേഴ്സും പടത്തിൽ തുടക്കം പോലെ അവസാനം വരെ ഉണ്ട്. അതിൽ നിന്ന് ഒരാൾ മാറിക്കഴിഞ്ഞാൽ കഥ മുമ്പോട്ട് പോകത്തുമില്ല. പക്ഷെ എനിക്ക് അതിനകത്ത് ആദ്യം ഇതിന്റെ ഒരു ഐഡിയ കേട്ടപ്പോഴും പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു എലമെന്റ് അതാ. പഴയ ഒരു കാലത്തിലേക്ക് ഇപ്പോഴത്തെ നമ്മൾ ഇന്നത്തെ അറിവ്, ഇന്നത്തെ മെച്യൂരിറ്റി, ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വെച്ചിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനകത്തൊരു കൗതുകം തോന്നുന്ന ഒരു ആംഗിൾ ഉണ്ട്. എസ്പെഷ്യലി അതൊരു ആദ്യ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൊള്ളാം, ഓക്കെ, അത് എക്സൈറ്റിംഗ് ആയിരിക്കും എന്നുള്ള അതാണ് കഥയുടെ ലോഞ്ച് പോയിന്റ്. ഈ സരണിലേക്ക് വരുമ്പോൾ ആട്ടം കഴിഞ്ഞു, പിന്നെ ആട്ടത്തിലൂടെയാണ് തുടക്കം. എന്നാലും അതിന് ശേഷം പിന്നെ രേഖാചിത്രം വന്നു, ഒരുപാട് ചിത്രങ്ങൾ വന്നു. ഇത്തിരി നേരം എന്നുള്ള സിനിമയിലേക്ക് ഇപ്പൊ എങ്ങനെയാണ്? ആട്ടത്തിന്റെ ഒരു ഇൻഡസ്ട്രി സ്ക്രീനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടറാണ് കണ്ടിട്ട് അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് വന്നത്. എനിക്ക് കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്രീൻ പ്ലേയും വായിച്ചപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്നത് അത് സ്ക്രീൻ പ്ലേ വായിക്കുമ്പോഴും ടീമിനെയൊക്കെ അവരോട് സംസാരിക്കുമ്പോഴും മീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവുമല്ലോ. അതിന്റെ ബേസിസിലാണ് ഞാൻ ഇതിലേക്ക് കയറിയത്. ഈ സിനിമ നടക്കുന്നത് തിരുവനന്തപുരത്താണല്ലോ പൂർണ്ണമായിട്ടും. തിരുവനന്തപുരം ഇപ്പോൾ നന്ദിച്ചേട്ടൻ തിരുവനന്തപുരത്ത് ഉള്ള ഒരാളായിട്ടാണ് സിനിമയിലേക്ക് അങ്ങനെ ഒരു തിരുവനന്തപുരം ആളായിട്ടാണ് സിനിമയിൽ തന്നെ അല്ലേ? എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല. നമ്മളെ വിളിച്ചു വന്നു അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. പല കാരണങ്ങൾ വരാം. തിരുവനന്തപുരം ഭാഷ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ
ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ക്യാരക്ടേഴ്സ് എല്ലാം തിരുവനന്തപുരം, നിങ്ങൾ എല്ലാവരും ആ ഒരു സ്ലാങ് ആയിരിക്കും പിടിച്ചത്. എല്ലാരും ഒഴിച്ച് ബാക്കി 3 പേരും തിരുവനന്തപുരംകാരൊക്കെ തന്നെയാണ്. എനിക്കൊന്ന് അന്തച്ചേട്ടന്റെ ക്യാരക്ടറിൽ കുറച്ചും കൂടെ വർക്ക് ആവുന്ന ആംഗിൾ ഈ 3 പേരില് ഒരു സീനിയർ എന്നുള്ളൊരു ഒരു ലെവലിൽ നിൽക്കുന്നത് നന്ദുചേട്ടന്റെ ക്യാരക്ടറാണ്. രായണൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് നന്ദുചേട്ടനകത്ത്. പക്ഷെ എങ്കിൽ പുള്ളി ഈ സ്ഥാപനത്തിൽ ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കുറെ നാളായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ പുള്ളിക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനമാണ് ഈ രായണ്ണ എന്നുള്ള വിളിയും. പുള്ളി തിരിച്ച് ഇങ്ങോട്ടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള ഒരു റിലേഷൻഷിപ്പിൽ തിരിച്ച് എന്റെ ക്യാരക്ടർ അനീഷിനെയും ചിലപ്പോൾ പുള്ളി അണ്ണാന്നാണ് അനീഷണാന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ത്രൂ ഔട്ട് ഈ യാത്രയിൽ കൂടെ നിൽക്കാനും ഈ 3 പേര്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇപ്പൊ ഈ അനീഷിന്റെയും സരൺ ചെയ്യുന്ന അഞ്ജന എന്ന് പറയുന്ന ക്യാരക്ടറിനെയും കഥയൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് നിൽക്കാൻ 2 എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആൾക്കാർ വേണം. അതില് ആനന്ദ് ചെയ്യുന്ന ചഞ്ചൽ എന്ന് പറയുന്ന ക്യാരക്ടറും നന്ദുചേട്ടൻ ചെയ്യുന്ന രായണൻ പറയുന്ന ക്യാരക്ടറാണ് ഉള്ളത്. അതില് രായണ്ണന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സജഷൻസും ഒക്കെ വന്ന് എനിക്കൊന്ന് പ്രശാന്തും ഇതിന്റെ റൈറ്റർ വിശാഖും ഒക്കെ കുറച്ച് തപ്പി ഇവൻച്വലി നന്ദുചേട്ടൻ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര കറക്റ്റ് ഒരു ചോയ്സ് ആയി. എനിക്കൊന്നും ആനന്ദം ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ അല്ലെ? ആനന്ദം ഉണ്ട്. അപ്പൊ നിങ്ങൾ 3 പേർക്കും ഇപ്പൊ നന്ദുചേട്ടനോട് അഭിനയിക്കുന്ന വേറെ എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. ഞങ്ങൾക്ക് അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഞങ്ങൾ വിചാരിച്ച പോലൊന്നും ആയിരുന്നില്ല നന്ദുചേട്ടൻ. ഞാൻ ഇതിനു മുമ്പ് നന്ദുചേട്ടനോട് വേറൊരു പടവും ചെയ്തിട്ടുണ്ട്, ധൂമും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെ നന്ദുചേട്ടനും ആയിരുന്നില്ല ഈ സെറ്റിൽ വന്ന നന്ദുചേട്ടൻ. ഇത് ഹോംബാലെ പ്രൊഫഷൻ ആയതുകൊണ്ടായിരുന്നു ഒരു ഹോംബാലെ ആക്ടറായി അവിടെ വന്നു. അപ്പൊ എനിക്ക് ആദ്യം ആ ഒരു ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഫുള്ള് നൈറ്റ് ആണ് പടം. എന്നാൽ നമുക്ക് ഡേ ഷൂട്ട് ചെയ്യാതിരുന്ന് നൈറ്റ് മാത്രം ചെയ്യാനുള്ള ലക്ഷറി ഒന്നും ഇല്ല. കുറച്ച് ഹെക്ടിക് ആയിരിക്കും, മൊത്തം പ്രിറ്റി മച്ച് ഓൺ ദ റോഡാണ്. അപ്പൊ ഇത് ബുദ്ധിമുട്ടാണ് ഈ ഷൂട്ട്. ഒരു റോഡ് മൂവിയും കൂടെ കുറച്ച് റോഡ് മൂവിയാണ് പടത്തിന്റെ കുറച്ച് ഒരു മേജർ പോർഷൻ അങ്ങനെയാണ്. പിന്നെ അല്ലാത്തതും ഉണ്ട്. ഒരു ഫുൾ മോഷൻ അല്ല, മൂവ്മെന്റ് ഉള്ള അല്ല, യാത്ര എന്ന് പറയാൻ ഒക്കില്ല. അല്ലാത്തതും ഉണ്ട്. ഇപ്പൊ ഈ പോസ്റ്ററും ഇത് കാണുമ്പോൾ നമുക്ക് ഒരു റൊമാൻസ് മാത്രമല്ല വേറെ എന്തൊക്കെ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ട്. അല്ല, അത് തന്നെ എല്ലാ റൊമാൻസും ഒരുപോലെ അല്ലല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യസ്തതയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. അതിനകത്ത് എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ ദേഷ്യമുണ്ട്, വിഷമങ്ങളുണ്ട്, പിന്നെ തമാശകളുണ്ട്, എല്ലാം ആ കഥയ്ക്കകത്ത് വരുന്നുണ്ട്. പല സിറ്റുവേഷൻസിൽ. അതാണ് പറഞ്ഞത്, ഒരു രാത്രി നടക്കുന്ന ഒരു സംഭവം. ഇത് പലരുടെയും ജീവിതത്തിൽ പറ്റിയിട്ടുള്ള സംഭവം എന്നാണ് എനിക്ക് വിശ്വാസമുള്ളത്. കാര്യം എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലത്തെ ഒരു സംഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് എക്സാക്ട്ലി സെയിം അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊക്കെ തന്നെ പലർക്കും സംഭവിച്ച് കാണാം. അല്ല, ഇതിന്റെ ഒരു ഇനിഷ്യൽ തോട്ട് തന്നെ സ്പാർക്ക് ചെയ്യുന്ന എനിക്കൊന്ന് ഇത് പ്രശാന്തിന്റെയോ വിശാഖിന്റെയോ ഏതൊരു ആളുടെ ഫ്രണ്ടിന് സംഭവിച്ച ഒരു ഇൻസിഡന്റ് എന്നാണ് ഇതിന്റെ ഇനിഷ്യൽ. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ് തന്നെയാണ്. അങ്ങനെ പറയാനല്ല, അതിന്ന് അവരവരുടെ ക്രിയേറ്റിവിറ്റി ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, അതാ പറഞ്ഞത്, ഇതേപോലെ തന്നെ നടന്നു കാണണം നിർബന്ധമില്ല. പക്ഷെ ഇതുപോലത്തെ ഒരു സംഭവം ഒരു സിറ്റുവേഷനിൽ കൂടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ എഫേർട്ടിന് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഔട്ട്കം നന്നായിരിക്കും എന്നുള്ള വിശ്വാസമാണുള്ളത്. ഈ സറിന്റെ ഈ ഒരു സറിന്റെ ക്യാരക്ടർ ലൈക്ക് പേരെന്താ ക്യാരക്ടർ? അഞ്ജന എന്നുള്ള ക്യാരക്ടർ സിനിമയിൽ എന്താണ് റോഷന്റെ ഒരു ലവറായിട്ടാണോ? ഫുൾ ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് ഇത് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇതൊരു കുറച്ചുകൂടെ ലൈറ്റർ സോണിലുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അത് എന്നെ അട്രാക്ട് ചെയ്തിരുന്നു. ഞാൻ അന്ന് ചെയ്ത് നോക്കിയ, ഞാൻ അന്ന് B32 മാറ്റം ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ പടം എൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു വേറെ സോണിലുള്ള പടം, കുറച്ച് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കെയോസ് ഉണ്ട്, കുറച്ച് രസമുണ്ട്, കുറച്ച് സങ്കടം, ഇത്തിരി നേരത്തിനുള്ളിൽ അതെല്ലാം സംഭവിക്കുന്നുണ്ട്. സാറിനെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള കുറച്ചുകൂടി സ്ട്രോങ് ഇമോഷണലി സീരിയസ് ആയിട്ടുള്ള റോളിലാണ്. അപ്പോൾ എനിക്കും വേറെ ഒക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക്. റോഷനിലേക്ക് വരുമ്പോൾ റോന്ത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമയാണ് അല്ലെ? തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് പോലീസ് വേഷത്തിൽ നിന്ന് ഒരു ലവർ, ഒരു കാമുകനായിട്ട് എത്തുകയാണ്. അപ്പൊ അതിന്റെ ഒരു ചേഞ്ച് എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഷൂട്ട് ചെയ്ത ഓർഡർ തിരിച്ചാ. ഇത് റോന്തിന് മുമ്പ് ഷൂട്ട് ചെയ്തത്. അതെ. റോന്ത് ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞ് നേരെ ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് പ്രൊഡക്ഷൻ തീർത്ത് റിലീസ് അങ്ങനെയായിരുന്നു. നമുക്ക് വെറൈറ്റി തന്നെയാണ്. ഇപ്പൊ സാറിന് പറഞ്ഞ സിമിലർ സിറ്റുവേഷനിലായിരുന്നു ഞാൻ. ആക്ച്വലി ഇത്തിരി നേരത്തിലേക്ക് കയറുമ്പോൾ അതിന് മുമ്പ് ചെയ്തിരുന്നതൊക്കെ കുറച്ച് ഹെവി പരിപാടികളായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാ ഇടയിൽ ഒരു ലൈറ്റ് വെയിറ്റ് സാധനം, ഒരു റൊമാൻസ്, ഒരു കുറച്ച് കോമഡിയൊക്കെയുള്ള അങ്ങനെ ഒരു മൊത്തത്തിലൊരു ഇത്തിരി ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പടം എന്നുള്ളത് എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സിൽ ഒരെണ്ണമായിരുന്നു.
അപ്പം അങ്ങനെ പ്രോസസ്സിലും അതുണ്ടായിരുന്നു. ഇവരെല്ലാവരുമായിട്ടുള്ള ഇക്വേഷൻ, അതിപ്പോൾ ഞങ്ങളുടെ ക്രൂ ആയാലും പ്രൊഡക്ഷൻ ആയാലും എല്ലാവരുമായിട്ടുള്ള ഇക്വേഷനിലും ആ ഒരു ഈസും ലൈറ്റ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ എൻജോയ് ചെയ്തൊരു സാധനമാണ്. ഞങ്ങൾ എൻജോയ് ചെയ്തതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ സ്ക്രീനിൽ സിനിമ കാണുമ്പോൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ മ്യൂസിക് ചെയ്തിരിക്കുന്ന പുതിയ ആൾ ബേസിൽ എന്ന് പറയുന്നത് ഒരു സോങ് മാത്രമേ പടത്തിൽ റിലീസ് ആയുള്ളൂ. ബേസിൽ പുതിയ ആളല്ല, അല്ല ബേസിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആട്ടത്തിന്റെ മ്യൂസിക്കും ബേസിലായിരുന്നു. ഓക്കെ ഓക്കെ. ഈ പ്രശാന്ത് വിജയ് ഇതിനു മുമ്പ് 2 ദിവസം കൂടി ചെയ്തിട്ടുണ്ട്, ബട്ട് തിയേറ്റർ റിലീസ് അങ്ങനെ വന്നിട്ടില്ല. ഇത് പുള്ളിയുടെ ഫസ്റ്റ് തിയേറ്റർ റിലീസ് ആണ്. എങ്ങനെ പ്രശാന്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്? ലൈക്ക് ഒരു ആർട്ട് ഫിലിംസ് ആണ് കൂടുതൽ പുള്ളി മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തിരി നേരത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കൊമേഴ്ഷ്യലി ഉള്ളൊരു സിനിമ നിങ്ങളുടെ കാസ്റ്റും എല്ലാം വെച്ചിട്ട്. ഞാൻ ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് നരേഷൻ കഴിഞ്ഞിട്ട് ജീവചേട്ടൻ സജസ്റ്റ് ചെയ്തിട്ട് മറ്റോ പ്രശാന്ത് അയച്ചു തന്നിട്ട് പുള്ളിയുടെ ആദ്യത്തെ സിനിമ ഞാൻ കണ്ടു, അതിശയങ്ങളുടെ വേനൽ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോഴും ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ്. ആൻഡ് ഒരു 10 സെക്കൻഡിനുള്ളിൽ ഒരാളെ പറഞ്ഞ് ഹുക്ക് ചെയ്യിക്കാൻ പറ്റും അതിൻ്റെ ഒരു സെൻട്രൽ തോട്ട് വെച്ചിട്ട്. അപ്പം അങ്ങനെ ഭയങ്കര ഹൈ കോൺസെപ്റ്റ് ഇന്റലക്ച്വൽ ആർക്കും മനസ്സിലാവാത്ത സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരാളൊന്നും അല്ല പ്രശാന്ത് വിജയ്. ഐ തിങ്ക് കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള തോട്ട്സ് തന്നെയാണ്. അത് പുള്ളിക്കും പ്രയോറിറ്റിയാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ അത് ആർട്ടാണോ അത് കൊമേഴ്ഷ്യൽ സിനിമയാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഏറ്റവും മേജർ ആംഗിൾ ഒരു മെജോറിറ്റി ഓഫ് ദി ഓഡിയൻസിന് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്. ഇതിന്റെ സെൻട്രൽ തോട്ട് ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം, ആ ഇമോഷൻ മനസ്സിലാവുന്ന അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. അപ്പൊ ആ രീതിയിൽ ലൈക്ക് ഇപ്പൊ ആദ്യത്തെ 2 സിനിമകൾ ഫെസ്റ്റിവൽ റണ്ണിലേക്ക് മാത്രം പോയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഡയറക്ടറിനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. ഇത്തിരി നേരത്തിലെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ചെറിയ സിനിമകളും ചെറിയ രീതിയിൽ മേക്ക് ചെയ്തുമൊക്കെ ശീലമുള്ള ഒരാളാണ് പ്രശാന്ത്. അതുകൊണ്ട് തോരാത്ത എനർജി ഉണ്ടായിരുന്നു ഷൂട്ട്. ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത്. അത് യെസ് എന്നാണെങ്കിലും നോ എന്നാണെങ്കിലും ഭയങ്കര സ്വീറ്റ് ആയിട്ട് തന്നെ പറയാൻ അറിയാവുന്ന ഒരാളാണ്. പേഴ്സണലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബഹളങ്ങളൊന്നുമില്ല. ആക്ച്വലി ബഹളങ്ങളൊക്കെ നിർത്തിയാലേ പ്രശാന്ത് സംസാരിക്കുന്നത് കേൾക്കും. നന്ദിച്ചേട്ടനിലേക്ക് വരുമ്പോ ഈ സിനിമയിൽ ഒരു പ്രത്യേക ഒരു കോമഡി കഥാപാത്രം പോലെയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയ്ക്കകത്ത് എല്ലാം ഉണ്ട്. കോമഡി പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കോമഡി പറയും. അത് കോമഡി എന്നുള്ളതല്ല, അങ്ങനെ കോമഡിക്ക് വേണ്ടി ഈക്ലിയാക്കുന്ന പറയുന്ന പോകുന്നതിനിടയിലോ എല്ലാം വന്നാലേ ഉള്ളൂ. അത് ചിരിക്കണം എന്ന് തോന്നുന്നവർക്ക് ചിരിക്കാം. അങ്ങനെ ഒരു ഇതാണ്. ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സംഭവം. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 3 പേര്, മൂന്ന് മേഖലയിൽ ഒരേ സ്ഥാപനത്തിലെ 3, ഞാൻ ഡ്രൈവറാണ് അവിടെ. അപ്പം അങ്ങനത്തെ ഒരു അതിനകത്ത് വരാൻ പറ്റുന്ന രീതിയിലുള്ള തമാശകൾ, ചെറിയൊരു മദ്യപാന സദസ്സും. അപ്പോൾ അങ്ങനെ അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ പോകുന്നതേ ഉള്ളൂ. അല്ലാതെ വേറെ പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പിന്നെ കഥ അതിൻ്റെ വേറൊരു ടേണിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. ഈ ചേട്ടൻ ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുക ഇപ്പോൾ ഒരു പുതിയ തലമുറ തന്നെ പറയാമല്ലോ അല്ലേ? അവരോടാണ് ചേട്ടൻ ഇപ്പോൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പഴയ ഒരു ആൾക്കാരോട് ഇപ്പോൾ പുതിയവരോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ? എക്സ്പീരിയൻസ് ഒക്കെ അതെല്ലാം അങ്ങനെ ഒരു ഇതല്ലേ, എല്ലാവരും അഭിനയിക്കുന്നവരാണ്. അന്നും അഭിനയിക്കുന്നവരാണ്, ഇപ്പോഴും അഭിനയിക്കുന്നവരാണ്. അന്നും ടെക്നീഷ്യൻസ് രീതികൾ മാറി, ഒരുപാട് മാറി. നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന രീതി ഫിലിമിൽ നിന്ന് ഡിജിറ്റലായി. അപ്പോൾ തന്നെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ അനായാസമായിട്ട് അഭിനയിക്കാനുള്ള ഒരു ധൈര്യം മനസ്സിൽ വന്നു. ഫിലിമിലല്ല അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ അത് എന്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരാണോ നല്ല ആക്ടർ, ഇവരാണോ നല്ല ആക്ടർ, അങ്ങനെയൊന്നും പറയാക്കൂല. എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. നല്ല ആക്ടേഴ്സ് കൊണ്ടാണല്ലോ വീണ്ടും ജനം കാണുന്നതും കൈയടിക്കുന്നത്. ഇല്ലെങ്കിൽ അടുത്ത പടത്തിനകത്ത് കാണൂലല്ലോ. മോശപ്പെട്ടൊരു നടനെ പിന്നെ ആരും സഹിക്കില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും നല്ല ആൾക്കാരായതുകൊണ്ടാണ്. പിന്നെ ഇവരെ ഇരുത്തിക്കേണ്ടവർ നല്ലതാണ് മോശമാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ഈ സെറിനും റോഷൻ എനിക്ക് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഉള്ള 2 പേരാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് 2 പേർക്കും ഉണ്ട് ഈ സിനിമയിൽ. നമ്മൾ 2 പേരും ഒരുമിച്ച് ചെന്നൈയില് കുറെ ഇന്റർ കോളേജ് കോമ്പറ്റീഷൻസിലൊക്കെ സെയിം കോമ്പറ്റീഷനിൽ നമ്മൾ നമ്മുടേതായ ടീമിന് വേണ്ടിയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുമിച്ച് ഒരു ഡ്രാമയുടെ തിയേറ്ററിന്റെ വർക്ക്ഷോപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. പിന്നെ ഇതിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പോൾ നല്ല രസമായിരുന്നു ആക്ച്വലി. ഈ റോഷനിലേക്ക് വരുമ്പോഴത്തേക്കും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഉണ്ട്. ഈ ബൈപാസ് ഇങ്ങനെ കുറെ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ ഓഫ് കോഴ്സ് കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ചു നമ്മൾ ഒരുമിച്ചൊരു നാടകമായിരിക്കും ചെയ്യുന്നത്, അതായിരിക്കും. സിനിമയൊന്നും ഓർത്തില്ല. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം പ്രശാന്തിന് അറിയില്ലായിരുന്നു ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടെന്ന്. പ്രശാന്ത് ആദ്യം സാറിനെ പ്രസന്റ് ചെയ്യുന്നത്
ഒരു നടിയുണ്ട് ഒരു ഫൈൻ ഡയറ്റ് ആയിരുന്നു, ഒരു ഫൈൻ ഡയറ്റ് ആയിരുന്നു. അങ്ങനെ ആയിപ്പോയി. ഈ ജിയോ ബേബി സിനിമയുടെ പ്രസന്റ് അവർ എല്ലാം കൂടെ ചെയ്യുന്നത് ജിയോ ബേബി. ഈ പുള്ളി എന്ത് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ജിയോ ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ജിയോ ചേട്ടൻ കാരണമാണ് ഈ സിനിമ ഇപ്പൊ ഈ രീതിയിൽ നടക്കുന്നത്. ജിയോ ചേട്ടനാണ് ആദ്യം എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹത്തിന് ഒരിക്കലും വഴങ്ങാത്ത ഒരു ഭാഷ അദ്ദേഹം ഇതിനകത്ത് കൈകാര്യം ചെയ്തു. നല്ല ഗംഭീര തിരുവനന്തപുരം ഭാഷ. അത് എഫേർട്ട് എടുത്ത് അത് കുറേ അതിന്റെ പുറകെ നോക്കി അത് എങ്ങനെയാന്നൊക്കെയുള്ള പലതും കണ്ട് അത് വൃത്തിയായിട്ട് ചെയ്തു. പണം എല്ലാരും സിനിമയിൽ തിരുവനന്തപുരം കഥയല്ലേ, അപ്പം കൂടുതലും തിരുവനന്തപുരത്തുകാര് അല്ല, അങ്ങനെ അല്ലാതൊക്കെ ഉണ്ട്. പക്ഷെ അല്ലാതെ ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഒരു മൂന്നാമത് ഒരാളെ കണ്ടാൽ അയാൾ തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കുമല്ലോ സാധാരണഗതി, നാച്ചുറലി. വേറെ നാട്ടുകാരെ വരാം, പക്ഷെ അതൊരു അപ്പം ഇപ്പൊ സ്പിരിറ്റ് എന്ന സിനിമയിൽ ഞാൻ മാത്രമാണ് തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ചോദിക്കണം ഇതിന്റെ വീട് എവിടെയാണ് ചോദിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം എന്ന് പറയണുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഒരു ഞാൻ അവിടെ പോയി ജോലി ചെയ്യുന്നുള്ളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അതുപോലെ വേറെ ആരെങ്കിലും വരണം. ഇതിനകത്ത് എല്ലാം തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവം മാത്രമല്ല, വലിയ ഒരു വൈഡ് ക്യാൻവാസിലേക്ക് പോകുന്നില്ല. നമ്മളൊരു ചെറിയ സംഭവമാണ്. ഈ ഒരു ഉച്ച മുതൽ അടുത്ത ദിവസം രാവിലെ 8 മണിയോടെ സംഭവം തീർന്നു, അതുവരെയുള്ള സംഭവമാണ്. ഇത്തിരി നേരം നടക്കുന്ന ഒരു പരിപാടിയല്ലേ? ഇത്തിരി നേരം നടക്കുന്നതാണ്, പക്ഷെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ളേ ഉള്ളൂ. മേനോൻ സാറ് പറഞ്ഞ പോലെ ഇത്തിരി നേരം ഒത്തിരി കാര്യം. നന്ദിച്ചേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്തു. ഇപ്പോൾ ഇത് കുറച്ചാൾക്ക് ശേഷമാണ് ഇപ്പം ഈ സിനിമ വരുന്നത് എനിക്ക് തോന്നുന്നല്ലേ? ഈ എമ്പുരാന് ശേഷം വേറെ പടമൊക്കെ വന്നല്ലോ, സുമതി വളവും അതിനുശേഷം ഇപ്പോൾ വരുന്ന ഇത്തിരി നേരമാണ്. പോലീസ് 3-4 പടത്തിന് ശേഷം വന്നിട്ടുണ്ട്. ഇനി ഈ ഓരോ സിനിമകളിലും നന്ദിച്ചേട്ടൻ എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. കഥാപാത്രം അഭിനയിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വേറെ മുടിവെട്ടുമായിരിക്കും, വേറെ പ്രത്യേകിച്ച് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല, അത് ഇപ്പൊ ചില പടങ്ങൾക്ക് ബലിയെന്ന് പറയാം. അപ്പൊ ഞാൻ 2-3 മാസം ഡയറ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. ഈ എമ്പുരാനിൽ അഭിനയിച്ച ഒരു ഇത് വെച്ചാൽ ചോദിക്കണം, ഇപ്പോൾ ഒരുപാട് സെൻസർ ബോർഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓരോ സിനിമകളിലും. അപ്പോൾ അതിലുള്ള നന്ദിച്ചേട്ടൻ്റെ ഒരു അഭിപ്രായം നല്ലതാ, നമുക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാത്തങ്ങനെ ഉണ്ട് പരിപാടി, അങ്ങനെ പബ്ലിസിറ്റി കിട്ടുമല്ലോ. അല്ല, ഇങ്ങനെ അനാവശ്യമായ വിവാദങ്ങൾ ചിത്രീകരിക്കുന്നതല്ല. ഇപ്പൊ സെൻസർ ബോർഡ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല, എനിക്കറിയില്ല അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കാരണം പല പടങ്ങളും ഇപ്പോഴും ഒരു ഹാൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കും അപ്പൊ അത് ഒരു വിധത്തിൽ നോക്കിയാൽ പബ്ലിസിറ്റി കൂടെയാണ്. സിനിമയെ പറ്റി ജനങ്ങളെല്ലാം അറിഞ്ഞു, കേരളം മുഴുവൻ അറിഞ്ഞു അങ്ങനെ സിനിമ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, ഒരു പേര് അതൊക്കെ അതിലേക്കൊക്കെ കയറിയാൽ ചിലപ്പോൾ നമ്മൾ കൈവിട്ട് പോകും. എനിക്ക് പോകാനുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ അതിലൊക്കെ പോയാൽ കുറേ കാട് കയറി സംസാരിക്കേണ്ടി വരും. അത് ചില അവർ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർക്കല്ലേ, അവർക്ക് കുറേ നോംസ് ഉണ്ട്, അതിനകത്ത് വരുന്ന വാക്കുകളും ഇതുമൊക്കെ അവർ നോക്കിയിട്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഇന്ന വാക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർ പറയണം. അല്ലാതെ അവർ വീട്ടിൽ നിന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞായിരിക്കില്ല ചിലപ്പോൾ. നമുക്ക് എന്ത് ചെയ്യാക്കും, അങ്ങനെ നമ്മുടെ നിയമങ്ങൾ അങ്ങനെയാണ്. പിന്നെ അത് നമ്മൾ പ്രൂവ് ചെയ്യണം, അത് അങ്ങനെ എല്ലാ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമുക്ക് ഒരു തെറി വാക്കുപോലും പറയാൻ സമ്മതിക്കില്ല. പക്ഷേ ബാക്കി എല്ലാ ലാംഗ്വേജിലും അത് വരണുണ്ട്. മലയാളത്തിൽ മാത്രം എന്താ ഒരു ഫ്രീഡം സമ്മതിക്കാത്തതെന്ന് അറിയില്ല. കാര്യം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്താണ് അത് മോശമാണെന്ന് പറയും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത് ഒരു സംഭവമേ അല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ പറ്റും. ഇംഗ്ലീഷ് സിനിമയാണ്, അതിനകത്ത് ഈ നമ്മൾ മോശമെന്ന് പറയുന്നതും അവർ ഒരിക്കലും മോശമാണെന്ന് പറയാത്തതുമായിട്ടുള്ള എത്രയോ വാക്കുകൾ എല്ലാ സിനിമയിലും എല്ലാ ലൈനിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആവാം, മറ്റവർക്ക് ആവാം, ഇവർക്കാവാം, നമ്മൾ മാത്രം പാടില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് അതുള്ളതും മനസ്സിലാവണില്ല. ഇതൊക്കെ ഒരു പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ എ സർട്ടിഫിക്കറ്റ് എടുക്കും, നിങ്ങൾ കാണിച്ചോ, പക്ഷേ എ സർട്ടിഫിക്കറ്റ് തരും എന്ന് പറഞ്ഞാൽ എ സർട്ടിഫിക്കറ്റ് എന്നാൽ പിന്നെ OTT എടുക്കില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കാലക്രമേണ കുറേശ്ശെ മാറുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുകൊണ്ട് ഇവർ സെൻസർ ബോർഡ് തടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. നമ്മൾ ഇതൊരു ഇത്തിരി നേരം അതാണ് നമ്മൾ അതിൽ ഇരിക്കുന്നത്. നമുക്ക് ഒത്തിരി കാര്യം സംസാരിക്കാനില്ല. റോഷനിലേക്ക് എന്താണ് അതിൻ്റെ അഭിപ്രായം? ഈ ഇതിൽ ഇനി അഭിപ്രായം റോഷന്റെ ഒരു എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എല്ലാ ആർട്ട് ഫോമും ബേസിക്കലി സൊസൈറ്റിയിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. ഒരു സൊസൈറ്റി ഇൻസ്പയർ ചെയ്തിട്ടുള്ള കഥകളും പരിപാടികളും ഒക്കെയാണ് ആർട്ടിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഇല്ലാത്തതൊന്നും അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് എന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട്
ലഭിക്കാത്തതൊന്നുമായിട്ട് ആരും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ചുറ്റും ഉള്ളതൊക്കെ തന്നെയാണ് കാണിക്കുന്നതും പറയുകയും ചെയ്യുന്നെങ്കിൽ പിന്നെ അതിനകത്തൊരു സെൻസർഷിപ്പിന്റെ ആവശ്യം എന്താണെന്നുള്ള തോട്ടിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. സാറിന്റെ അടുത്ത സിനിമ എനിക്ക് തോന്നുന്നു ആനന്ദേകർഷി ആയിട്ടുള്ള ഒരു സിനിമ വരുന്നുണ്ട്. അത് ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിം ആണല്ലേ? ഐൽ ഓഫ് ദി ഗോൾഡൻ സ്വാൻ, ഇത് ഇംഗ്ലീഷിലൊരു ഷോർട്ട് ഫിലിമാണ്. അത് നല്ല വർക്കാണ്. ആനന്ദിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും എനിക്ക് നല്ല താല്പര്യമുണ്ട്. അത് ചെറിയൊരു പാട്ട് മാത്രമായിരുന്നുള്ളൂ, പക്ഷെ നല്ല രസം. ആനന്ദിന്റെ എനർജിയും ആ ടീമിന്റെ കൂടെ ഒക്കെ നിൽക്കുന്നത് നല്ല രസമാണ്. ഈ നന്ദിച്ചേട്ടൻ്റെ അടുത്ത് വരാനിരിക്കുന്ന സിനിമകൾ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ കാര്യങ്ങൾ എന്തെങ്കിലും? നിവിൻ പോളിയുടെ 2 പടം വരാനുണ്ട്. പിന്നെ അനൂപ് മേനോനൊക്കെ കൂടെ അഭിനയിച്ച ഒരു സിനിമ വരാനുണ്ട്. പിന്നെ ഇപ്പം തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. തമിഴിലും ചേട്ടൻ അങ്ങനെ തമിഴിലും നേരത്തെ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇല്ല, തമിഴിൽ 2-3 പടം ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിൽ 5-6 സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം തമിഴിലിപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ വർഷം ഞാൻ ഒരു സിനിമ ചെയ്തു, ചെറിയൊരു പടം ചെയ്തു. ഇപ്പം മാധവൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയൊക്കെ അത് വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു സാധനം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. റോഷന്റെ വരാനിരിക്കുന്ന ചത്തപ്പച്ച വരാനുണ്ട്. വേറെ 1-2 പടങ്ങൾ പൂർത്തിയായതുണ്ട്, റിലീസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ ഒരു സീരീസും. ചത്തപ്പച്ചിൽ മമ്മൂക്കയുടെ ക്യാമിയോ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ആ സിനിമയുടെ ഒരു സംഭവം എങ്ങനെയാണ് അവരോട് വർക്ക് ചെയ്യുന്ന ഒരു ആ സിനിമയുടെ കാര്യം ഇപ്പൊ പറഞ്ഞത്? എന്തെങ്കിലും അപ്ഡേറ്റ് അത് അതിന്റെ സമയത്ത് ചോദിച്ചാൽ ഇല്ല, നല്ല ഫൺ ഷൂട്ടാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ഷൂട്ടും കൂടെ ബാക്കിയുണ്ട്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഈ ഇത്തിരി നേരത്തെ ട്രെയിലർ ഇനി എന്തായിരിക്കും റിലീസ് ചെയ്യുന്നത്? ട്രെയിലർ റിലീസ് ആയിരിക്കും ചിലപ്പോ ഈ ഇന്റർവ്യൂ എയർ ചെയ്യുന്ന സമയത്തേക്ക് അത് വന്നിട്ടുണ്ടാവും. പിന്നെ ആ ചോദ്യം റെലവെന്റ് അല്ലാതായി അപ്പൊ ഉടനെ തന്നെ ഉണ്ടാവും ട്രെയിലർ. തീർച്ചയായിട്ടും ട്രെയിലർ കാണുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും തോന്നി. ഒരു പാട്ട് മാത്രമേ എനിക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആദ്യം പാട്ട് റിലീസ് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? ആദ്യം പാട്ട് റിലീസ് ചെയ്തു, നമ്മളല്ലാതെ അതൊന്നും നമ്മുടെ കയ്യിലല്ല. അതൊക്കെ ടെക്നിക്കൽ സൈഡ് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ തീരുമാനിക്കണം. ആണല്ലേ? അപ്പൊ നമ്മളത് പറയും ഇന്ന പോലെ റിലീസ് ചെയ്യും. ഓ ശരി, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇടും, ഇൻസ്റ്റയിലൊക്കെ. അപ്പൊ എന്തായാലും സിനിമ പ്രേക്ഷകരോട് എന്തായാലും പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം മാത്രമേ പറയാറുള്ളൂ. OTT-ക്കൊന്നും കാത്തിരിക്കുന്നു. സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെയൊക്കെ സഹായിക്കുക. അവരാണ് നമുക്ക് അന്നം തരുന്നത്. പ്രൊഡ്യൂസറല്ല, പൊതുജനമാണ്. അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ട് കൈയടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ പണം എടുക്കില്ല. അതാണ്, നമ്മൾ വീട്ടിലിരിക്കും. അതുകൊണ്ട് സ്വന്തം അഭിപ്രായം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോവുക, കാണുക. OTT വരുമ്പോൾ രണ്ടാമത് വേണമെങ്കിൽ പിന്നെ കാണാമല്ലോ. തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ഒരു പടം വിജയിക്കുന്നത്. അപ്പോൾ അതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ സപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അവർക്കും അത് തന്നെ, വേറൊന്നും അവരും പറയുന്നത് എനിക്ക് തോന്നില്ല. പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. തിയേറ്ററിൽ പോയൊരു കളക്റ്റീവ് ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്ന് കാണുന്ന ഒരു രസം വേറെ തന്നെയാണല്ലോ. അത് നമ്മുടെ വീട്ടില് ഒറ്റയ്ക്കിരുന്ന് മറ്റേ സ്നാക്സും പിസ്സ ഒക്കെ കഴിച്ച് അത് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. 500 രൂപ എടുത്ത് പോപ്കോൺ വാങ്ങിയാക്കൂല വീട്ടിലാണ്. അതിനൊരു പ്രത്യേക എന്നിട്ട് അത് ഇതിനിടയിലിട്ട് പോപ്കോൺ തറയിൽ കോളം, ഇതൊക്കെ തിയേറ്ററിൽ പോയല്ലേ രസമുള്ളൂ. ശരിയാ. 500 രൂപ പോപ്കോൺ തിയേറ്ററിൽ കേട്ടുള്ളൂ. 500-600 രൂപ എന്താണെന്ന് തോന്നല്ലേ? ഭയങ്കര വില. എന്റെ ദൈവമേ, അതാ പെപ്സിയുടെ കൂടെ റോഷൻ ഇത്രയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ചെറിയൊരു ലൈറ്റ് ഹാർട്ടഡ് ഹാപ്പി പടമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഭയങ്കര പരിചിതമായിട്ടുള്ള ഫോമാറ്റിലുള്ള സിനിമയൊന്നും അല്ല. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ടു നോക്കുക. ഇത്തിരി നേരം ഉള്ളൂ പടം, ആകെ 2 മണിക്കൂറും കണ്ടേ ഉള്ളൂ. എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്തിരി നേരം എന്ന സിനിമയുടെ വിശേഷമായി ഇത്തിരി നേരം നമുക്കൊപ്പം ഇരുന്ന നന്ദിച്ചേട്ടനും സാറിനും റോഷനും താങ്ക് യു. താങ്ക് യു.